അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് വൈൻ നിർമ്മാണമാണ്. ക്രിസ്മസ് ഒക്കെ വരുമല്ലേ, അപ്പം വൈൻ നിർമ്മിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇന്ന് നമ്മൾ പപ്പായമ്മൻ ചെയ്യുന്നത്. നല്ല 3 കിലോ 3 കിലോ ആ വൈൻ ഉണ്ടാക്കാനുള്ള നമ്മള് മുന്തിരിയാണ് മേടിച്ചിരിക്കുന്നത്. അത് കറുത്ത മുന്തിരി കേട്ടോ. വേസ്റ്റ് ഉള്ളതൊക്കെ നമ്മൾ മാറ്റിക്കളയണം. വേസ്റ്റ് മാറിയിട്ട് ചീഞ്ഞതൊക്കെ അങ്ങ് കളയുക. നല്ല വൃത്തിയായിട്ടുള്ള മുന്തിരി മാത്രം നമ്മൾ സെലക്ട് ചെയ്യാൻ എടുത്തിരിക്കുന്നത്. എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് അതൊരു ഗ്രാമ്പു, ഒരു 7-8 ഗ്രാമ്പും, തൊലി കളഞ്ഞ തൊലി പൊളിച്ച ഏലക്കയും കറുവപ്പട്ടയും, പിന്നെ ഗോതമ്പ് ഗോതമ്പ് കഴുകി ഉണക്കി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ ഗോതമ്പ്, പാത്രത്തിലുള്ളത് അത്ര എടുക്കും. പിന്നെ പഞ്ചസാര എടുക്കണം. പഞ്ചസാര ഒരു 1.5 കിലോ പഞ്ചസാര എടുക്കുക. പിന്നെ നമ്മൾ മോനെ 15 ദിവസത്തേക്കിനാണ് നമ്മൾ ഇപ്പം നമുക്ക് ഇത്ര ദിവസമായിട്ട് പെട്ടെന്ന് അത് വൈനാകാൻ വേണ്ടി നമ്മളെ അതിൻ്റെ അതൊരു ശക്കല ഈസ്റ്റും കൂടെ നമ്മൾ ഇടുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഇപ്പോൾ പഞ്ചസാര ആദ്യം കുറച്ചിടണം അല്ലേ? പഞ്ചസാര കുറച്ചിട്ടിട്ട് ഒരു 100-150 ഗ്രാമോളം പഞ്ചസാര നമ്മൾ എടുക്കുക. എന്നിട്ട് അത് നമ്മളൊന്ന് ഉരുക്കി ബ്രൗൺ നിറമാക്കും. അതിൻ്റെ ഉദ്ദേശം അതെന്നാന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് നമുക്ക് ഒരു ശകലം കളർ കിട്ടും. കളർ കിട്ടാൻ വേണ്ടി അതിൻ്റെ ബ്രൗൺ നിറം നമുക്ക് കിട്ടാനായിട്ടാണ് നമ്മളാദ്യം ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ നമ്മൾ പിന്നെ വെള്ളം ഒരു 1.5 ഇതിനാവശ്യമായിട്ട് നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന 3 ലിറ്റർ വെള്ളം ചാർജ് വെള്ളം അത് അതിനകത്ത് ഒഴിക്കണം കേട്ടോ. അതിൻ്റെ അകത്തോട്ട് നമ്മൾ പിന്നെ ഗ്രാമ്പു, ഏലക്ക, പട്ട ഇതെല്ലാം കൂടെ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ മിക്സ് ചെയ്യുവാണ്. ചൂട് വെള്ളത്തിൻ്റെ അകത്തോട്ട് ഇട്ടേച്ച് അതിൻ്റെ അകത്തോട്ട് നമ്മളൊന്ന് ഇളക്കി പിന്നെ അതിൻ്റെ അകത്തോട്ട് കുറേ പഞ്ചസാരയും കൂടെ ഇടും. പഞ്ചസാര ഇടുന്നുണ്ടോ? പഞ്ചസാര നമ്മൾ ഇപ്പം എന്തോരം പഞ്ചസാര ഇടുന്നത്? നമ്മൾ 1.5 കിലോ പഞ്ചസാര ഇടണം. 1.5 കിലോ പഞ്ചസാര അതുമായിട്ട് മിക്സ് ചെയ്യുവാണ്. മിക്സ് ചെയ്യും. മധുരം നമുക്ക് വേണ്ട, അധികം വേണ്ട. ആവശ്യത്തിനുള്ള മധുരം എടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അല്ലേ? നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം എന്നിട്ട് പിന്നെ നമ്മളത് ഒരുമാതിരി ചൂടായി വരുമ്പോഴത്തേക്കിന് ഇത് കുടഞ്ഞിടണം. നമ്മൾ ചൂടായിട്ട് വരിക. നമ്മളെ കഴുകി എല്ലാം വൃത്തിയാക്കി വെച്ച കളഞ്ഞ് നമ്മൾ വെച്ചിരിക്കുന്ന അതിൻ്റെ അകത്തോട്ട് നമ്മൾ കുടഞ്ഞിട്ട് അത് ഇളക്കി ഒരു ചെറിയതായിട്ടൊന്ന് വേകുന്ന പരുവാകുമ്പോൾ, ഒത്തിരി വേഗമല്ല, ഒരു പകുതി വാടി കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതെന്നാന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ആകാൻ വേണ്ടിയാ, വൈൻ പെട്ടെന്നാകാൻ വേണ്ടി പെട്ടെന്നാകാൻ വേണ്ടി അങ്ങനെ ചെയ്ത. അല്ലെങ്കിൽ നമുക്ക് ടൈം എടുത്ത് ചെയ്താൽ മതിയായിരുന്നു. അതിനുള്ള സമയമില്ല. ക്രിസ്മസ് അടുക്കാറായുണ്ട്. പെട്ടെന്ന് നമുക്കൊരു തോന്നിയല്ലേ വൈൻ ഉണ്ടാക്കണം. അടുത്ത പ്രാവശ്യം കൂടുതൽ സമയം എടുക്കാം. അപ്പൊ അങ്ങനെ വ്യത്യാസം വരുമോ? ഇല്ല, നല്ല വൈനാ. ആണോ? പിന്നെ നമ്മുടെ ഇത് ഇപ്പൊ ചൂട് നല്ലതായിട്ടായി കഴിയുമ്പോൾ ഇപ്പൊ എന്തൊരു സമയം എടുത്തു? ഇപ്പൊ തിളച്ച് വരുന്ന പാകമായി. തിളച്ചോ? ഇത് തിളയ്ക്കുന്നിടം വരെ വേണോ? തിളച്ച് വരുമ്പോഴത്തേക്കിന് നമ്മളത് ഓഫാക്കുക. എന്നിട്ട് തണുത്ത് കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്തോട്ട് കുറച്ച് ഈസ്റ്റ് വേണോ? ഇപ്പൊ എല്ലാം കഴിഞ്ഞതിന് ശേഷം. ഓക്കെ. ഇതിപ്പോ നല്ല പരുവായല്ലേ? അതുകൊണ്ട് കളർ വെച്ച് വരുന്നുണ്ട്. അത് കഴിയുമ്പോൾ നമ്മൾ തണുത്ത് കഴിയുമ്പോഴത്തേക്കിന് അതിൻ്റെ അകത്തോട്ട് തണുത്ത് കഴിഞ്ഞതിന് ശേഷം അല്ലേ? തണുത്ത് കഴിയുമ്പോഴാണ് തീയില്ല, അടിയിൽ തീയില്ല, ഇത് തീയുമില്ല. ഇത് തണുത്ത് നമ്മൾ മാറ്റി വെച്ച് കഴിയുമ്പോഴാണ് ഗോതമ്പ് ഈസ്റ്റ് ഒരു ഈസ്റ്റാണോ 1/2 സ്പൂൺ മതിയേ. അത്ര. ഓക്കെ. അതെല്ലാം തണുത്ത് കഴിഞ്ഞുള്ള സ്റ്റേജ്. അത് തണുത്ത് കഴിഞ്ഞ് നമ്മൾ ഇതെല്ലാം ചെയ്തിരിക്കുക. പിന്നെ നമ്മളത് ഭരണിയിലേക്ക് ആക്കും. പരിവായിട്ടുണ്ട്. ഓക്കെ. ഇതുപോലെ ആയി. അപ്പൊ നമ്മൾ നെച്ചില് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുവാണ്. നല്ല ആ തവിയും കൊണ്ട് തന്നെ. വെള്ളം ഒന്നും പറ്റാത്ത തവിയായിരിക്കണം. വെള്ളം പറ്റിയ എന്താ പ്രശ്നം? വെള്ളം പറ്റിയാൽ നമുക്ക് അതിനകത്ത് പൂപ്പലുണ്ടാവും. അതുപോലെ തന്നെ ഇപ്പോഴാണ് ഈസ്റ്റ് ഇടുന്നത്. ഈസ്റ്റും ഗോതമ്പും കൂടെ നമ്മൾ ഇടും. ഗോതമ്പ് മിക്സ് ചെയ്തു. ഗോതമ്പ് നേരത്തെ ഇട്ടില്ലായിരുന്നോ? ഇട്ടില്ല. അപ്പൊ ഇത് സൈഡിൽ കിടക്കുന്ന നമ്മുടെ ഇതിന്റെ കുരുവ, നമ്മുടെ മുന്തിരിയുടെ കുരു. ഓഹോ. അപ്പൊ തണുത്തതിന് ശേഷമാണ് ഈ സാധനം എല്ലാം ഇട്ട് മിക്സ് ചെയ്യുന്നത്. ഓഹോ. ഇട്ട് നമ്മളിത് ഇളക്കി വെക്കുക. മിക്സ് ചെയ്ത് എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഭരണിയെല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുക. ഉണക്കി ഭരണിക്കകത്തിട്ട് നമ്മൾ വെക്കുക. ആ ഭരണിക്കകത്ത് കൊള്ളാൻ ചാൻസ് ഇല്ലെന്ന് തോന്നുന്നു. കുറച്ച് ഭരണി ചെറുതാ, 2 പാത്രത്തിലായിട്ട് വെക്കണം. ഓക്കെ. അങ്ങനെ നമ്മൾ വൈൻ സെറ്റ് ചെയ്യുക. നല്ല കളറുണ്ടല്ലേ?
അടിപൊളി. ദിവസം കൊണ്ടാ അല്ലെ? എത്ര നമ്മള് ദിവസം കൊണ്ടാണ് നമ്മൾ ഈ വൈൻ സെറ്റ് ചെയ്യുന്നത്? 10-15 ദിവസം ഉണ്ടോ? 15 നമുക്കിപ്പോ 24-ാം തീയതി വൈകിട്ട് നമുക്കത് പൊട്ടിക്കാം. ഇപ്പൊ ഇനിയൊരു 10 ദിവസമുള്ളല്ലേ? ആ അല്ല നമ്മള് 10-ാം തീയതിയാണ് നമ്മൾ ഇത് ഇടുന്നത്. ഓക്കെ. അപ്പൊ നമുക്കൊരു 10-15 ദിവസം ഉണ്ട്. 15 ദിവസം കൊണ്ട് നമുക്ക് സെറ്റ് ചെയ്യുവാണ്. കുറച്ചും കൂടെ നേരത്തെ വെക്കുമായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു. നമുക്കിപ്പോ നമ്മുടെ ഇതിന് ആവശ്യമായിട്ട് മതിയല്ലോ. ഇതിപ്പോ ഒരു ഭരണിയിൽ സെറ്റായി. ഭരണി സെറ്റായി. നമ്മളതിന്റെ സൈഡിലൊക്കെ വീണിരിക്കുന്നതെല്ലാം നമ്മൾ തൂത്ത് വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് വെക്കും. ഒരു വെള്ളമായി ഒന്നും പാടില്ല. പൂപ്പല് വരും, പ്രശ്നമാവും. ഈച്ചയൊക്കെ കയറും. അതുകൊണ്ട് നമ്മള് ആദ്യം ഒരു നല്ല വെള്ള തുണിക്കകത്ത് ഇത് ഇങ്ങനെ ഇട്ടേച്ച് പിന്നെ അതിൻ്റെ അകത്തോട്ട് അതിന്റെ അടപ്പിന്റെ അകത്തും വെള്ളത്തുണി ചുറ്റും. അപ്പൊ നമ്മൾ ഒട്ടും കാറ്റ് കയറത്തില്ല. പെർഫെക്റ്റ് ആയിട്ടിരുന്നോളൂ അല്ലേ? നമ്മള് തുണിയുടെ ഇതും കൊണ്ട് തന്നെ നമ്മള് കെട്ടിവെക്കും. ഒരു തുണിയും കൂടെ അതിന്റെ മേളിലോട്ട് ഇട്ട് കെട്ടി നല്ല സെറ്റാക്കി വെക്കുക. എന്നിട്ട് എന്നും രാവിലെ നമ്മള് നമ്മളിപ്പോ ഇട്ടിരിക്കുന്ന ഒരു 11 മണിയൊക്കെ ആയപ്പോഴാണ് ഇത് നമ്മൾ ഇട്ടത്, കുപ്പിക്കകത്താക്കിയത്. ആ സമയം ആകുമ്പോഴത്തേക്കും നമുക്ക് അത് തുറന്നെന്നും നമ്മൾ കാറ്റൊന്നും ആദ്യം അതിൻ്റെ അകത്ത് അടിക്കാത്ത പെട്ടെന്ന് നമ്മൾ എടുത്ത് അതിൻ്റെ അകത്ത് നമ്മൾ അഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കണം. അഴിക്കണം. അത് നമ്മൾ എടുത്ത ആ ഒരു തവി കൊണ്ട് മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോ ഒരു തവി എടുത്താല് വേറെ മാറാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അത് നമ്മൾ ഉണക്കി അതിൻ്റെ അകത്ത് വെള്ളമയം ഒന്നും സെറ്റ് ചെയ്യണം അല്ലേ? ഓക്കെ. ഇപ്പൊ നമ്മളിതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് പൊട്ടിച്ച് കഴിയുമ്പം 24-ാം തീയതി പൊട്ടിക്കുമ്പോൾ നമുക്കത് അടുത്ത വീഡിയോ 24-ാം പൊട്ടിക്കുമ്പോൾ നമുക്ക് അടുത്ത വീഡിയോ സെറ്റ് ചെയ്യാം. ഇപ്പൊ അടിപൊളി വൈനാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ക്രിസ്മസ് വൈൻ, ഹോംലി ക്രിസ്മസ് വൈൻ. ഇനിയുണ്ട് നമ്മള് അത് ഇപ്പൊ ഇടയ്ക്ക് ഇളക്കുന്നത് ഒന്ന് ചിലപ്പോൾ നമ്മള് വീഡിയോ ഇടാം. അപ്ഡേഷൻ ചെയ്യാം അതിന്റെ ഓരോ സംഭവങ്ങൾ. ആദ്യമായിട്ട് ഇളക്കുന്നത്. ഓക്കെ. ഇത് നമ്മള് സേഫ് ആയിട്ട് അടുക്കള കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇത് നമ്മള് കാറ്റും വെളിച്ചവും ഇതിപ്പോ ഇളക്കി കൊടുക്കുന്നതാണോ? ഇപ്പൊ ഇത് നമ്മള് ഇളക്കി ഇത് അടുത്ത ദിവസത്തെ ഫസ്റ്റത്തെ ദിവസത്തെ നമ്മൾ പിറ്റേ ദിവസം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് അടുത്ത ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അടുത്ത ദിവസം നമ്മളത് ഇളക്കി കൊടുക്കുക, സെറ്റ് ചെയ്യുന്ന വീഡിയോ ആണ്. ഇട്ടുകൊണ്ട് പെട്ടെന്ന് പൊങ്ങി ചാടിയല്ലേ? നമുക്ക് അതൊരു ശകലം കൂടെ വലിപ്പമുള്ളൊരു ഇത് വേണമായിരുന്നല്ലേ? അപ്പൊ നമ്മൾ ഇത് പൊങ്ങി ചാടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ തുണി ഇതെല്ലാം മാറ്റിയിട്ട് പിന്നെ വെള്ളം അങ്ങനെ മാറ്റേണ്ട വന്നു, ക്ലീൻ ചെയ്യേണ്ട വന്നു. വേറെ നല്ല വെള്ള തുണി കൊണ്ടോ നമുക്ക് നല്ല നീറ്റായിട്ട് തുണികൾ കിട്ടണം. ഓക്കെ. അപ്പം നമ്മുടെ വൈൻ പ്രിപ്പറേഷൻ വീഡിയോ ഇവിടെ സമാപിക്കുവാണ്. ഇതിന്റെ അപ്ഡേഷൻസ് അടുത്ത വീഡിയോ കാണിക്കാം. ഓക്കെ.